അത് ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ചെയ്ത് അപ്പൊ പലരും തെറ്റിദ്ധരിച്ചു ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണെന്ന്. അപ്പോ അത് ഞങ്ങൾ പിന്നെ ലൈവിൽ വന്നിട്ട് പറഞ്ഞതുമാണ്, ഇത് എൻഗേജ്മെന്റ് വീഡിയോ ഒന്നും അല്ല, എൻഗേജ്മെന്റും അല്ല, ഞങ്ങള് ഫ്രണ്ട്സ് ആണ്, ഇതൊരു ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. വളരെ നാച്ചുറൽ ആയിട്ടായിരുന്നു ഇവരുടെ ആ റീലും പരിപാടികളൊക്കെ ഇട്ടത്. പിന്നല്ലാതെ അഭിനയിക്കാണെന്ന് എനിക്ക് കാണിക്കാൻ പറ്റുമോ? എനിക്കെന്ന് പറഞ്ഞാല് ബിഗ് ബോസിലൂടെ ഇന്ന മൂവി വന്നു അങ്ങനെ പറയാൻ മാത്രം എടുത്തത് പറയേണ്ടതില്ല. ലൈക്ക് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇതേപോലെ പറഞ്ഞപ്പോ കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ 1-2 കമന്റ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് റനീഷ ജെന്യൂൻ ആയിട്ട് പറഞ്ഞല്ലോ, ഉള്ളത് കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ, മറ്റുള്ളവരെ പോലെ തള്ളുന്നില്ലല്ലോ. റനീഷ ഒരു നല്ലൊരു ആക്ടർ കൂടെയാണ്, എക്സ്പീരിയൻസ്ഡ് ആക്ടറാണ്. അതെ, തീർച്ചയായും. അതുകൊണ്ട് ഇഫ് ഷീ ഗെറ്റ്സ് മോർ ഫിലിംസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹർ ടാലന്റ്സ് ആസ് ആൻ ആക്ടർ. ഒരു ബിരിയാണി മേടിച്ചതാണ് അതെ. വിനീതേട്ടൻ ഒരു പ്രോസസ് ഉണ്ട്, സംതിങ് എക്സ്ട്രാ. വിനീതേട്ടന്റെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന്, പുള്ളി ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര എക്കണോമിക്കലായിട്ടാണ്, എക്സാക്ട്ലി എന്ത് വേണമെന്ന് അറിയാം, അത് മാത്രമേ ഒപ്പം എടുക്കുകയുള്ളൂ. രണ്ടാമത്, പുള്ളി ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. നമുക്ക് ചോദിച്ചു പോവാം. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ, ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പിലൂടെ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന മൂവിയാണ് എക്സിറ്റ്. എക്സിറ്റ് ആകുക, പക്ഷെ അത് ഇപ്പോൾ ഇവിടെ ഇന്നായിട്ടിരിക്കുകയാണ് 2 പേര്. എക്സിറ്റിലെ തന്നെ 2 കഥാപാത്രങ്ങളും തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഫസ്റ്റ് പേഴ്സൺ. ഓഫ് കോഴ്സ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഹീസ് എ വണ്ടർഫുൾ ആക്ടർ, വേഴ്സറ്റൈൽ ആക്ടർ, തീർച്ചയായിട്ടും പറയാം. ഈ കഴിഞ്ഞ കുറച്ചൊരു 3-4 വർഷങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും പറയാൻ പറ്റും. മിസ്റ്റർ വിശാഖ്, ഹലോ. താങ്ക് യു സർ. ആൻഡ് ദ സെക്കൻഡ് പേഴ്സൺ, ഇതുവരെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, അതെ, ഫസ്റ്റ് ടൈം ആണ്. ആൻഡ് വെൽക്കമിങ് റനീഷ. ഹലോ. താങ്ക് യു ചേട്ടാ. ഹായ്. പറയൂ, എന്താണ് വാർത്തകൾ? എക്സിറ്റ് ആണ് ഇപ്പോഴത്തെ പുതിയ വിശേഷം. യെസ്, മാർച്ചിൽ റിലീസ് ആവാൻ പോകുന്ന എക്സിറ്റിനെ തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ. ഞാൻ കുറച്ച് ഇത്തവണ കുറച്ച് സീരിയസ് ആവാന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെയുണ്ട്? മനസ്സിലായി. എനിക്ക് ആ ഒരു ട്രാക്ക് ഞാൻ മാറ്റി പിടിച്ചു. ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ മാർഷൽ റിലീസ് ആകുന്ന അപ്പൊ എന്താന്ന് പറയാൻ, ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഈ സിനിമ ഇതാണ് അല്ലേ? അതെ അതെ, അത് കഴിഞ്ഞു. അല്ല, ഞാൻ സീരിയസ് ആവാ. സീരിയസ് ആകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അല്ലല്ല, ഞാൻ നോക്കിക്കോ, ഇത്തവണ ഞാൻ വേറെ ട്രാക്കാ. ഇന്റലക്ച്വൽ മൂഡാണ്. ശരി, എന്റെ അടുത്ത് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചോ. അതിന്റെ റീസൺ എന്താ ഇത്തവണ എന്ന് പറയാൻ? ലാസ്റ്റ് ടൈം ഇതുപോലെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നേ. ഞാനൊന്നും അറിയില്ല, കഥ അറിയില്ല, ഒന്നും അറിയാതെ ഞാൻ അവിടെ പോയിരുന്ന് കംപ്ലീറ്റ് റോസ്റ്റിംഗ്, ട്രോളോട് ട്രോള്. അപ്പൊ ഞാൻ തന്നെ എനിക്ക് വീട്ടിലിരുന്ന് കണ്ടപ്പോ എന്താണിത് കാണിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു മൂഡായിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കാണുന്നവർ വിചാരിക്കണം, ഈ കുട്ടിക്ക് വിവരമൊക്കെ ഉണ്ട്, അങ്ങനെ നടക്കില്ലല്ലോ. അതെങ്ങനെ തകർക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് നിങ്ങളെന്നല്ലേ. എക്സിറ്റ് അത് ഒരു സർവൈവൽ പരിപാടിയാന്നൊക്കെ നമ്മൾക്ക് ഏകദേശം ഒരു ക്ലൂ പരിപാടികൾ അതൊക്കെയാണ്. പക്ഷെ കൂടുതൽ എന്തായാലും നിങ്ങൾ തന്നെ പറയണം. പറയൂ. എക്സിറ്റ് ഒരു ഒറ്റ രാത്രിയിൽ നടക്കുന്ന ഒരു കഥയാണ്. 4 പിള്ളേര് ഒരു ബംഗ്ലാവിൽ പെട്ടു പോകുന്ന 4 പിള്ളേരുടെ കഥയാണ്. അവിടെ അവർ ഫേസ് ചെയ്യുന്ന ഒരു ഡേഞ്ചറാണ് ഈ പറഞ്ഞ ഇതിലുള്ള ഒരു ഒരു നെഗറ്റീവ് ക്യാരക്ടറായ ഒരു ഭ്രാന്തൻ. ക്യാരക്ടറായ ഒരു ഭ്രാന്തൻ. അതെ, ഗ്രേ ഷെയ്ഡുള്ള ഭ്രാന്തൻ. അതെ. പുള്ളി അപ്പൊ ഇവരെ ഒന്നൊന്നായിട്ട് ഹണ്ട് ഡൗൺ ചെയ്യുന്നു. അവിടുന്ന് അവർ എസ്കേപ്പ് ചെയ്യാൻ അല്ലെ എക്സിറ്റ് ചെയ്യാൻ നോക്കുന്നതിന്റെ ഒരു കഥയാണ് എക്സിറ്റ്. അപ്പൊ വലിയ പ്ലോട്ട് ഹെവി ഒരു സാധനമല്ല, ഒരു സർവൈവൽ ടെയിലാണ്. ഒറ്റ രാത്രി നടക്കുന്ന ഒരു കഥയാണ്. ആൻഡ് ഒരു പെർഫോമൻസ് ഹെവി, ഒരു ആക്ഷൻ ഹെവി, ഒരു ഹൊറർ ഗോർ ഹെവി ഒരു ഫിലിമാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു എക്സ്പീരിയൻസ് ആയി. കേറിയ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഒരു ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ് കൂടെ, ഒരു ആശ്വാസത്തോടെ ഇറങ്ങാൻ പറ്റുമല്ലേ? അതെ, ദാറ്റ് മീൻസ് വെരി ഹാപ്പി എൻഡിങ്. യെസ്, പക്ഷെ അവിടെ നിന്ന് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആണ്. വിച്ച് ഇസ് ദ ഫിലിം. ഓക്കെ, സോ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലിംഗ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ റനീഷ പറയൂ, എന്താണ്? ഞാനും അതിന്റെ ഒരു ഭാഗമാണ്. ഇതിൽ ആക്ച്വലി ഈ മൂവിയിലോട്ട് വരുന്നത് ലൈക്ക് ഫ്രണ്ട്ഷിപ്പ്. ഇതിന്റെ ഡയറക്ടർ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിൽ കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. എനിക്ക് 1 ഡേ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്റ്റോറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറിയിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഷൂട്ട് 1 ഡേയിൽ തീർത്തു, പക്ഷെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ എന്നെ എല്ലാ ഇന്റർവ്യൂവിലും വിളിച്ചിരുത്തുന്നത്. അതായത് ഈ സിനിമയുടെ വളരെ നിർണായകമായ ഒരു വ്യക്തി എന്ന് തീർച്ചയായിട്ടും പറയാൻ. കീ റോൾ അതായിരുന്നു ഡേ 1 മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും
ഇംഗ്ലീഷിലൂടെ അതെ, അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതിൽ വേറൊരു സംഭവം നമ്മൾ പറഞ്ഞത്, കഥ എന്താണ്, ഇതിന്റെ സംഭവം എന്താണെന്ന് അതിന്റെ ഒരു സീറോ പോലും അറിയാതെ വന്ന് ആക്ട് ചെയ്തു, പക്ഷെ കീ റോളാണ് എന്ന് നമ്മൾ അറിഞ്ഞു. ഇതൊക്കെ അറിയുന്നത് പിന്നാണ്, ലൈക്ക് ഈ ഇന്റർവ്യൂ സെഷനിലേക്ക് മുന്നാണ് ഞാൻ അറിയുന്നത് എന്താണ് സ്റ്റോറി, ഇതിൽ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് സ്റ്റോറിയിൽ ഈ ക്യാരക്ടർ വരുന്നത്, ഇതെല്ലാം അറിയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട്, ലൈക്ക് ഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഇതേ റിലീസ് അടുക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അപ്പൊ ഞാൻ ഹാപ്പി ആയി കേട്ടോ. ഡയറക്ടേഴ്സ് ബ്രില്യൻസ് അല്ലേ അത്? അതെ അതെ അതെ, കാര്യം പറയാതെ മാത്രം അറിഞ്ഞാൽ മതി. അതെ അതെ, അങ്ങനെ ഡയറക്ട് ചെയ്തെടുത്താണ് കാണുമ്പോ സസ്പെൻസ് കിട്ടുകയും ചെയ്യും. അതെ, അതാണ്. അതെ, കാരണം ഞാനും കണ്ടിട്ടില്ല, ഇവരൊക്കെ ആക്ച്വലി മൂവി കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ കാണിച്ചിരുന്നു ചോദിച്ചപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി. അപ്പൊ അത് എനിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. വിശാഖിന് വേണം പറഞ്ഞു കൊടുക്കാമായിരുന്നു അല്ലേ? എന്താ സ്റ്റോറിയോ? ഷൂട്ടിനിടയിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. ഇല്ല. ഓ, നിങ്ങൾക്ക് അങ്ങനെ ഇത് പരിപാടി ഇല്ല. അപ്പോ ഞങ്ങള് ലുക്ക് ടെസ്റ്റ് മീറ്റ് ചെയ്തു. ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ലുക്ക് ടെസ്റ്റ്. നമ്മള് മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് അതിനു വേണ്ടി പോയായിരുന്നു, കുട്ടിക്കാനത്തായിരുന്നില്ലേ, അവിടെ വെച്ചിട്ടാണ് ബ്രോനെ കണ്ടത്. അതിനുശേഷം പിന്നെ കണ്ടതേ ഇല്ല. പിന്നെ ഈ ഇന്റർവ്യൂ എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇതാണ് സംഭവം എന്ന് മനസ്സിലായത് അല്ലേ? ഈ നോർമലി ഇപ്പൊ ഒരു റിയാലിറ്റി ഷോ ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ, അത് കഴിഞ്ഞൊരു സിനിമ വരുമ്പോൾ, അല്ലെ റിയാലിറ്റി ഷോ കഴിഞ്ഞ് മേ ബി ഒരു 1 year മുമ്പ്, കഴിഞ്ഞൊരു 1 year ഗ്യാപ്പിലൊക്കെ ഒരു സിനിമ വരുമ്പോൾ ബിഗ് ബോസ് എന്നൊക്കെ ഇറങ്ങി സിനിമയൊക്കെ ആയി എന്ന് ആക്ച്വലി ആൾക്കാർ പറയാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനൊക്കെ മുമ്പേ ഷൂട്ട് ചെയ്തു, അങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട് ലൈക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ചെയ്ത മൂവി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ അത് ആ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാറുണ്ട്. അല്ല, ഇത് ഞാൻ ബിഗ് ബോസിന് മുന്നേ ചെയ്താണ്. ആക്ച്വലി ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഷാനു പറഞ്ഞതാണ് ചിലപ്പോൾ റിലീസ് ഉണ്ടാവും, നീ അകത്തിരിക്കുമ്പോഴായിരിക്കും റിലീസ്. അപ്പൊ ഞാൻ ശരിക്കും ആഗ്രഹിച്ചു, അയ്യോ ഞാൻ വന്നിട്ട് മതിയായിരുന്നു. അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് വന്ന് ഇതേ ഇപ്പോഴാണ് അതിന്റെ റിലീസിന്റെ ടൈം വന്നിരിക്കുന്നത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് ഈ മൂവി വന്നതെന്ന്. അല്ല, അങ്ങനെയൊന്നുമല്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷെ ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് എന്ന് പറഞ്ഞാല് ബിഗ് ബോസിലൂടെ ഇന്ന മൂവി വന്നു അങ്ങനെ പറയാൻ മാത്രം എടുത്തത് പറയേണ്ടതില്ല. ലൈക്ക് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇതേപോലെ പറഞ്ഞപ്പോ കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ 1-2 കമന്റ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് റനീഷ ജെന്യൂൻ ആയിട്ട് പറഞ്ഞല്ലോ, ഉള്ളത് കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ. മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, മറ്റുള്ളവരെ പോലെ തള്ളുന്നില്ലല്ലോ. എനിക്ക് കുറെ നെഗറ്റീവ്, പക്ഷെ അതിൽ കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്തു ഇല്ലല്ലേ അങ്ങനെ ഇങ്ങനെ. പക്ഷെ ആ നെഗറ്റീവ്സിന്റെ ഇടയിൽ 1-2 പോസിറ്റീവ് കമന്റ്സ്, ലൈക്ക് ഞാൻ ജെന്യൂൻ ആയിട്ടാണ് പറഞ്ഞത്, ആ പോസിറ്റീവ് കമന്റ്സ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. എന്റെ ഇതിന്റെ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ബിഗ് ബോസിന് ശേഷം വന്ന മൂവിയല്ല, അതിന് മുന്നേ ഞാൻ ചെയ്തു വെച്ച മൂവിയാണ്. അതെ, അതുപോലെ വിശാഖ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇടയ്ക്കൊരു ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സിനിമയുടെ തന്നെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും. കാരണം ആദ്യം തന്നെ മൂവിയുടെ ഒരു ബിഹൈൻഡ് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ടിങ് എന്നുള്ളൊരു പരിപാടി ആയിരുന്നില്ല ആദ്യം. പിന്നെ അതിന് കാസ്റ്റിംഗ് ഡയറക്ഷൻ ആണെങ്കിലും യു ഹാവ് ഡെഡ് ഇപ്പോഴും ചെയ്യുന്നു, ആൻഡ് ആക്ടിങ്. സോ അപ്പോൾ ഓവറോൾ ഒരു മൂവി എന്ന് പറയുമ്പോൾ അതിന്റെ ഏകദേശം പരിപാടികളൊക്കെ കുറച്ചെങ്കിലും അറിയാമല്ലോ. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ഇപ്പം ഈ ഒരു റീസെന്റ് ഒരു 4 years എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 4 to 5 years നോക്കുമ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. അപ്പം ആ വരുന്നത് ഇരുന്ന് നോക്കി ഒരുപാട് ഫിൽട്ടർ ചെയ്ത് എടുത്ത ക്യാരക്ടേഴ്സ് ആണോ, അതോ അങ്ങനെ? ചെറിയൊരു ലക്ക് ഫാക്ടർ ഉണ്ട് അതിൽ. കാരണം അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് കുറച്ച് ബോറായപ്പോഴാണ് ചെറിയൊരു സ്പോസ് ഇടാന്ന് വിചാരിച്ചത്. പക്ഷേ ലക്ലി ആഫ്റ്റർ ദാറ്റ് കുറച്ച് സമയം എടുത്തെങ്കിലും വന്ന ക്യാരക്ടേഴ്സ് എനിക്ക് എക്സൈറ്റ് ചെയ്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിൽ ചിലതൊന്നും ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ താല്പര്യം കാണിച്ചില്ല. പക്ഷേ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ അഞ്ജലി മേനോട് വർക്ക് ചെയ്യാൻ പറ്റിയ വണ്ടർ വുമനിൽ അതൊരു ഡോക്ടറിന്റെ ക്യാരക്ടറാണ്, ചെറിയൊരു സാധനമാണ്. പക്ഷേ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു രസമുള്ളൊരു വേറൊരു ടൈപ്പ് സാധനമാണ്. അങ്ങനെ ഡിയർ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സാധനമാണ്. പക്ഷേ ആ ടീമിന്റെ കൂടെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു മീ. അപ്പോൾ ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു ഇമേജ് റീബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സാധനം ഇറ്റ് ടുക്ക് ടൈം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഐ തിങ്ക് ഒരു 2021 ഒക്കെ ആകുമ്പോഴാണ് ഷാനുവിനെ പോലെ ആൾക്കാർ വന്നതിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനത്തെ വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ ഓഫർ ചെയ്യുന്നത്. Then a couple of films happened in Hindi. അതും ഈ ഓഡിഷൻ പ്രോസസ്സ് ഓൺ ആയതുകൊണ്ടാണ്. സോ ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗുഡ് ചേഞ്ച്. ഐ തിങ്ക് ആ ഒരു 4-5 വർഷം എടുത്തെങ്കിലും ആ ഒരു ഇമേജ് റീസെറ്റ് ചെയ്യാനും ഇങ്ങനത്തെ സാധനങ്ങൾ ഇനിയിപ്പോൾ പുറത്ത് വരുന്ന പോകുന്ന ഇപ്പോൾ എക്സിറ്റ് ഉൾപ്പെടെയുള്ള വേറെ ബാക്കിയുള്ള പടങ്ങളൊക്കെ എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മുടെ ഒരു റേഞ്ച് ആൻഡ് നമ്മുടെ ഒരു എന്താ പറയുക കേപ്പബിലിറ്റി കാണിക്കാൻ പറ്റുന്ന കുറേ റോൾസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ജസ്റ്റ്
യുനോ നമ്മൾ കുറെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് സിഫ്റ്റ് ചെയ്തെടുത്തൊന്നും മാത്രമല്ല, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഓക്കെ, അതെ, അതങ്ങനെ ഹാപ്പൻ ചെയ്യും. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലോയിൽ ഇറ്റ് വിൽ ഗോ. ആൻഡ് ഒരു ഗുഡ് പാർട്ട് ഈ ആൾക്കാരെ ഇങ്ങനെ നെഗറ്റീവ് കോമെന്റ്സ് ഒക്കെ അടിക്കുന്നത്, മീൻ ഇറ്റ്സ് ബിക്കോസ് അവർക്ക് ഇതിന്റെ ഒരു ഇന്നർ വർക്കിംഗ് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് മാത്രം ഒരു സിനിമയിലേക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ആക്ടിങ് അറിയാത്ത ഒരു വ്യക്തി ബിഗ് ബോസിൽ നിന്നിട്ട് അവരെ ആക്ട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, പക്ഷേ ഇപ്പൊ റനീഷ ഒരു നല്ലൊരു ആക്ടറും കൂടെയാണ്, എക്സ്പീരിയൻസ്ഡ് ആക്ടറാണ്. അതെ, തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് ഇഫ് ഷീ ഗെറ്റ്സ് മോർ ഫിലിംസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹർ ടാലന്റ്സ് ആസ് ആൻ ആക്ടർ. ഒരു ബിരിയാണി മേടിച്ചു തരാം. അതെ മനസ്സിലാതല്ലേ രനിഷ പറയുമ്പോഴേ? രനിഷ അല്ല ഇപ്പൊ കോമ്പൻസേറ്റ് ചെയ്താന്ന് അല്ല അതല്ല ഇപ്പൊ പറഞ്ഞേ. പക്ഷെ he said what you It is true. It is true. താങ്ക് യു. മീൻ ചെയ്ത് തന്നെ പറഞ്ഞു. ബിരിയാണി കൺഫേം. ഈ പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോർമലി ആൾക്കാർ രണ്ട് തരം കോമന്റ്സും ഇതും ഉണ്ടാവും. റിനീഷയെ സംബന്ധിച്ച് സെൽഫ് എന്താണ് തോന്നുന്നത്, നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത് അല്ലെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൂടുതലും പോസിറ്റീവിന്റെ അളവും നെഗറ്റീവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് അതിന്റെ ഒരു? ഇല്ല, ആക്ച്വലി ഞാൻ അകത്തിരിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റിനൊക്കെ നെഗറ്റീവ് കമന്റ്സ് അപ്പോഴും കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. എനിക്ക് മെജോറിറ്റി വരുന്ന പോസിറ്റീവ് കമന്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ തിരിച്ചു വന്നിട്ട് ഞാൻ നോക്കിയപ്പോ ആ നെഗറ്റിവിറ്റി അവിടെ ഉണ്ട്. ആൻഡ് പുറത്ത് വന്നിട്ടും നമ്മൾ എന്തെങ്കിലും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്തും നെഗറ്റിവിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ ഏതാണോ ഫോക്കസ് ചെയ്യുന്നത് അതല്ല കാര്യം. ഞാൻ എപ്പോഴും പോസിറ്റീവിലോട്ടേ നോക്കാറുള്ളൂ. ആ പോസിറ്റീവ് കമന്റ്സും അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന് താഴെ പോസിറ്റീവ് കമന്റ്സ് ഇടുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അത്രയും പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവർ ഇവിടെ ഉണ്ടാവുമ്പോ ഒന്നോ രണ്ടോ നെഗറ്റീവ് കമന്റ്സിൽ ഞാൻ എന്തിനു നോക്കണം? ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, അതിൽ ഒരു പെർട്ടിക്കുലർ റിനീഷയെ പറ്റി വന്നൊരു കാര്യം അല്ലെ ബിഗ് ബോസിലെ കാര്യമായിരിക്കാം, അത് കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒരു സാഡായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ അത് ഒരിക്കലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ന്യൂസ് ആണ് ഉണ്ടെങ്കിൽ? അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇന്നാള് ഞാനും വിഷ്ണു ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു, വെഡിങ്ങിന്റെ അല്ലേ? അത് ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പൊ പലരും തെറ്റിദ്ധരിച്ചു ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണെന്ന്. അപ്പോ അത് ഞങ്ങൾ പിന്നെ ലൈവിൽ വന്നിട്ട് പറഞ്ഞതുമാണ്, ഇത് എൻഗേജ്മെന്റ് വീഡിയോ ഒന്നും അല്ല, എൻഗേജ്മെന്റും അല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഇതൊരു ഫോട്ടോഷൂട്ട് ചെയ്തതാണ്, നിഫ്ഷ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഫോട്ടോഷൂട്ട് ചെയ്തതാണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതെല്ലാരും വിശ്വസിക്കുകയും ചെയ്തു. വളരെ നാച്ചുറൽ ആയിട്ടായിരുന്നു ഇവരുടെ ആ റീലും പരിപാടികളൊക്കെ ഇട്ടത്. പിന്നല്ലാതെ അഭിനയിക്കാണെന്ന് എനിക്ക് കാണിക്കാൻ പറ്റുമോ? കാരണം പെട്ടെന്ന് അങ്ങനെ കാണുമ്പോ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ. അതെന്താണെന്നറിയാം, അതിനകത്ത് ഞങ്ങളുടെ കോംബോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പുറത്ത് വരുമ്പോഴത്തേക്കും അങ്ങനത്തെ കുറെ വീഡിയോയും എഡിറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പുറത്തു വന്നപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ, ഞങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് വന്നു, പേടായിരുന്നു, ചെയ്തു, അത്രേ ഉള്ളൂ. അതുപോലെ നമ്മള് ഒരുപാട് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവൻ അതർ ലാംഗ്വേജ്, അപ്പൊ ഈ വിനീതേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വിനീതേട്ടന്റെ ഒരു പ്രോസസ് ഉണ്ട്, അത് ബാക്കിയുള്ള ഡയറക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ലിറ്റിൽ ഡിഫറെന്റ് എന്ന് പലരും ആക്ച്വലി പറഞ്ഞിട്ടുമുണ്ട്. എല്ലാവരും ഡിഫറെന്റ് ആണ്, എല്ലാവരും യുണീക്ക് ആൾക്കാരാണ്, ബട്ട് സ്റ്റിൽ സംതിങ് എക്സ്ട്രാ. വിനീതേട്ടന്റെ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പുള്ളി ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര എക്കണോമിക്കലായിട്ടാണ്, എക്സാക്ട്ലി എന്ത് വേണമെന്ന് അറിയാം, അത് മാത്രമേ ഒപ്പിയെടുക്കുകയുള്ളൂ. ഓക്കെ, എൻ്റെ എക്സ്ട്രാ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന പരിപാടി ഇല്ല പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പല പടങ്ങളും ബിഫോർ സ്കെഡ്യൂളാണ് തീരാറ്. അപ്പൊ അത്രയും എക്കണോമിക്കലായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഡയറക്ടർ. രണ്ടാമത്, പുള്ളി ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. ആ വർക്ക് ചെയ്യുന്ന ഓരോ മനുഷ്യനും ആ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫാമിലിയുടെ ഭാഗമാണ് എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്. കാരണം എല്ലാവരും ഒറ്റ സാധനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന, ആർക്കും അവിടെ ഈഗോയോ അങ്ങനെ പേഴ്സണൽ ഡിഫറൻസസ് ഒന്നുമില്ല, ജസ്റ്റ് ഫോർ ദ ഫിലിം. ആ ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് പുള്ളിയുടെ സൂപ്പർ പവർ. കാരണം സെറ്റില് കംഫർട്ടബിൾ ആകുക എന്നുള്ളത് വലിയ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇങ്ങനെ ഇപ്പം അതർ ലാംഗ്വേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെൽക്കമിങ് അല്ലെ, അവരുടെ ഒരു വെൽക്കമിങ് ഇവിടുത്തെ ഒരു വെൽക്കമിങ് വിറ്റ് ടോട്ടലി ഡിഫറെന്റ് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? ഡെഫിനറ്റ്ലി. ദാറ്റ് വാട്ട് യു ഫീൽ? ഡെഫിനറ്റ്ലി. ആ ഒരു ഉറപ്പായിട്ടും. കാരണം അവിടെ ഒന്ന്, ബിക്കോസ് ഓഫ് കോഴ്സ് ഒരു വലിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവർക്ക് കുറെ ഈ പറഞ്ഞ സോ കോൾ ലക്ഷറീസ് നമുക്ക് തരാൻ അവർക്ക് പറ്റും. അതുകൊണ്ട് തന്നെ അവര് ആ കാര്യത്തിൽ ഓക്കെയാണ്. ബട്ട് ഐ ഫീൽ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആണ്, കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ്. ആസ് ആൻ ആക്ടർ നമ്മുടെ അടുത്ത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തെത്തണം, ഇതാണ് നിങ്ങളുടെ ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് അത് പക്കയാണ്. പിന്നെ അതിൽ നിന്നൊരു മാറ്റമില്ല. സോ ഐ തിങ്ക് അതൊരു സ്റ്റുഡിയോ സിസ്റ്റം ആയതുകൊണ്ട്, അതിൻ്റെതായ ഒരു കോർപ്പറേറ്റ് കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് കുറച്ചും കൂടെ മേക്സ് ലൈഫ് ഈസിയർ പ്ലാൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ബട്ട് ആസ് ആൻ ആക്ടർ ഐ തിങ്ക് വെൻ യു ഗെറ്റ് ടു സെറ്റ്, എല്ലാവരുടെയും നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഒരേപോലെ തന്നെയാണ്. ഇവിടെയും പീപ്പിൾ ട്രീറ്റ് us വെരി വെൽ. കാരണം ഒരു ആക്ടറിനെ പാമ്പർ ചെയ്യാന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അയാൾ അപ്പോൾ അവിടെ ഓക്കെ ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ട് നല്ല സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ പെർഫോം ചെയ്താലേ
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർക്ക് ആവുള്ളൂ, ആസ് എ സീൻ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഐ തിങ്ക് അതെല്ലായിടത്തും pretty much സെയിം ആണ്. പക്ഷെ ബാക്കി ഇപ്പൊ ഇവിടെ ഒരു ചോറും സാമ്പാറും ആണെങ്കിൽ അവിടെ ചോറും സാമ്പാറും ചിക്കൻ ഫ്രൈ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഒരു എക്സ്ട്രാ പരിപാടി ഉണ്ടാവും. വേറെ ഇപ്പൊ നമ്മള് സീരിയലിൽ കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. രനീഷ് ആക്ച്വലി നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള രനീഷ് വളരെ ലൈവ്ലി ഫൺ, പക്ഷെ സീരിയലിൽ നോക്കുമ്പോൾ വളരെ കരഞ്ഞ് അവിടെ അഭിനയല്ലേ. ഞാൻ പറയുന്നത് ഈവൻ അവിടെ ഒരു പൊടിക്ക് കൂടുതൽ അഭിനയം എന്നുള്ള ഒരു പരിപാടി സീരിയലില്. കാരണം നോർമലി ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ് സീരിയലിൽ കുറച്ച് എക്സാജറേഷൻ കൂടുതലാണ്, സിനിമയിലുപരി അതൊരു പൊടിക്ക് അല്ലെ ഒരു 2 പൊടിക്ക് കൂടുതലായിരിക്കും. അപ്പൊ സിനിമയിലേക്ക് വന്നപ്പോ അതിന്റെ ഒരു ഡിഫറൻസ് എന്താണ് തോന്നിയത്? ലൈക്ക് ഞാൻ ഷൂട്ടിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ സീൻ എന്ന് പറയുന്നത് ഒരു ഡെലിവറി സീനായിരുന്നു. അപ്പൊ ഞാൻ ഡെലിവറിക്ക് വേണ്ടി കിടക്കുന്ന സമയത്ത് ഡയറക്ടർ ഷാനു അടുത്ത് വരുന്നു, നിന്റെ സീരിയലിന്റെ അഭിനയം ഇവിടെ ഇറക്കരുത്. ഞാനിപ്പോ കാരണം ഷോർട്ടിൽ കിടക്കുമ്പോഴാണ് പറയുന്നത്. അപ്പൊ ഞാൻ പടച്ചോനെ വരുമോ, മീൻസ് സീരിയല് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഇച്ചിരി ഒരു പൊടിക്ക് കൂടുതലായിട്ടാണല്ലോ കാണിക്കുന്നത്. ഡയലോഗ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ പറയാത്ത ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ സീരിയല് പറയുന്നത്. നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പറയും ഇതൊക്കെ പറയോ, നമ്മൾ അങ്ങനെ ഒരു ആലോചിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്റെ അടുത്ത് വന്നിട്ട് നിന്റെ സീരിയലിലോ ഇവിടെ അത് പറഞ്ഞിട്ട് ത്രെട്ടൺ ചെയ്ത് പോയപ്പോ ഞാൻ വിചാരിച്ചു പടച്ചോനെ കുറച്ച് കൂടി പോകും. അപ്പൊ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ ഇച്ചിരി കുറച്ച് 1 മീറ്റർ കുറച്ച് പൊടിക്ക് താഴത്തിൽ ചെയ്യും. നോക്കിയപ്പോ ഓക്കെ ആണ്. പിന്നെ ഞാൻ വിചാരിച്ച എനിക്കറിയണമല്ലോ ഞാൻ അങ്ങോട്ട് അഭിനയിക്കും. ബാക്കി ഡയറക്ടർ നോക്കുന്നുണ്ടല്ലോ, മോണിറ്റർ നോക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ പറയൂലോ. ഞാൻ എനിക്ക് തോന്നുന്ന പോലെ അങ്ങോട്ട് അഭിനയിച്ചു. പിന്നെ പ്രസവിക്കാനല്ലേ ഓക്കെ ലാസ്റ്റ് പറഞ്ഞു ഓക്കെ ആണ് എന്ന് പറഞ്ഞു. സീരിയലിൽ വർക്ക് ചെയ്യുന്ന വേറെ ടൈപ്പ് ഒരു ട്രെയിനിങ് അല്ലേ, പ്രോംപ്റ്റിംഗ് ഉണ്ടാവും. ഡ്രസ് ചേഞ്ച് ഒക്കെ പടപടപടപടേന്നായിരിക്കും. സിനിമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 സീൻ 1 സീനൊക്കെ അല്ലേ ഒരു ദിവസം എടുക്കൂ. അവിടെ 1.5-2 എപ്പിസോഡൊക്കെ ഒരു ദിവസം എടുക്കുന്നേ. ബംഗാളികളാണ് ബംഗാളി. ഇതില് കാസ്റ്റിംഗ് ആക്ച്വലി ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതില് കാസ്റ്റിംഗ് ഡയറക്ഷൻ പരിപാടികൾ ഹൃദയത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു പടത്തിലും പിന്നെ ചെയ്തില്ല. ആ ഒരു കരിയറും വേണമെങ്കിൽ കൊണ്ടുപോകാമല്ലോ കാസ്റ്റിംഗ്. ഇപ്പൊ എനിക്കൊന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞുമലിന്റെ സമയത്ത് ഗണപതിയുടെ അടുത്ത് നമ്മൾ ഇത് ചോദിച്ചു. ഗണപതിയും ഒരു ഹീസ് ഓൾസോ സെയിം ചെയ്യാറുണ്ടല്ലോ. അപ്പൊ അത് ഇപ്പം നമ്മളിപ്പോ എൻ്റെ ഒരു ഡൗട്ടാണ്, നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഡയറക്ടറുടെ ഡിമാൻഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ ഒരാളെ കാസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡിൽ ശരിക്കും ഹീസ് ഓക്കെ ഫോർ ദ ക്യാരക്ടർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് ദ ഡയറക്ടർ സേസ് നോ, അപ്പം അവിടെ തട്ടിയാണ്. അൾട്ടിമേറ്റ്ലി പുള്ളിയുടെ മനസ്സിലുള്ള ആ ഒരു ക്യാരക്ടറിന്റെ രൂപവും പെരുമാറ്റവും അതൊക്കെ നമ്മൾ ആസ് മച്ച് ആസ് പോസിബിൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ ജോബ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഹിസ് ഡിസിഷൻ. നമ്മൾ ജസ്റ്റ് ഒരു 10 ഓപ്ഷൻസിൽ നിന്ന് ഒരു 3 ഓപ്ഷൻസ് ആക്കുക, ആ 3 ഓപ്ഷൻസിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രോസസ്. സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത്. ഇറ്റ്സ് ഹിസ് ഡിസിഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. രനീഷ, ഇപ്പോഴും ബിഗ് ബോസ് ഇറങ്ങിയ പലരും പറയാറുണ്ട് ആക്ച്വലി ഞാൻ പോകണ്ടായിരുന്നു ആ ടൈമില് അതേ ഓഫേർഡ് സോ ഐ വെന്റ്, പക്ഷെ ഐ റിഗ്രറ്റ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്, ഒരു കൂട്ടം ആൾക്കാരും. റനീഷ ഇതിനെങ്ങനെയാണ്, റനീഷയുടെ ഒരു ഇതിനെങ്ങനെയാണ്? അയ്യോ, ഞാൻ എന്ത് ഉദ്ദേശത്തോടെയാണോ പോയത് അത് നടന്നു. ഞാനത് ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്നത്. ഞാൻ ആക്ച്വലി എന്നോട് ഇന്റർവ്യൂവിന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗോയിങ് ടു ബിഗ് ബോസ് എന്ന് ഇന്റർവ്യൂവിൽ തന്നെ എന്റെ അടുത്ത് ചോദിച്ചു. ഫൈനൽ ഇന്റർവ്യൂവിന് ചോദിച്ചു. ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തിങ് മോണിറ്ററി ബെനിഫിറ്റ്, രണ്ടാമത്തത് എക്സ്പോഷർ, ലൈക്ക് കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് പോവാനായിട്ട് പറ്റും. പിന്നെ മൂന്നാമത്തത് അത്രയും വലിയ പ്ലാറ്റ്ഫോം, ഒരുപാട് ഇപ്പൊ സീരിയൽ ഓഡിയൻസ് പോലെയല്ല, ഒരുപാട് യങ്സ്റ്റേഴ്സ് കാണും. അപ്പൊ സീരിയൽ കാണുന്നവർക്ക് മാത്രമേ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് അറിയുള്ളൂ. ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് എത്താൻ പറ്റും. അപ്പൊ ഈ 2 റീസൺ ആണ് ഞാൻ അവിടെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. 2 കാര്യം എനിക്ക് കിട്ടി. മാത്രമല്ല ഞാൻ ആഗ്രഹിച്ചും 100 ഡേയ്സ് അവിടെ നിൽക്കണം എന്നാണ്. 100 ഡേയ്സ് നിൽക്കാൻ പറ്റി. ഫസ്റ്റ് റണ്ണറപ്പായി. എനിക്ക് കിട്ടിയതെല്ലാം ബോണസ് ആണ്. ഞാൻ അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്. അപ്പൊ ഞാൻ അതിന് മുന്നത്തെ സീസണിൽ ധന്യേച്ചി എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇതെങ്ങനെയാണ് ഈ ഗെയിം കളിക്കണ്ടേ, എന്താണ് സംഭവം? അപ്പൊ ചേച്ചി പറഞ്ഞു ഒരു കാര്യമില്ല, നീ എന്ത് പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. അവിടെ എങ്ങനെയാണോ സിറ്റുവേഷൻസ് ചിലപ്പോൾ വേഴ്സ് ആയിരിക്കും, നീ പ്ലാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. നിനക്ക് എങ്ങനെയാണോ നിൽക്കാൻ തോന്നുന്നത് ആ രീതിക്ക് നിൽക്ക്. ഞാൻ അതേ തന്നെ ഫോളോ ചെയ്തു. ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണോ സിറ്റുവേഷൻസ് വരുന്നത് അതിനനുസരിച്ചിട്ട് നിന്നു. 100 ഡേയ്സ് നിൽക്കാൻ പറ്റി. ഫസ്റ്റ് റണ്ണറപ്പ് കിട്ടി. ലാൽ സാറിന്റെ കൈ പിടിച്ച് എനിക്ക് ആ സ്റ്റേജിൽ വരെ പോകാൻ പറ്റി. വലിയ കാര്യമാണ്. 100 ഡേയ്സ് നിൽക്കാൻ പറ്റി. അതിന്റെ മോണിറ്ററി ബെനിഫിറ്റ് എനിക്ക് കിട്ടി. എല്ലാം കൊണ്ടും എനിക്ക് ജിങ്കാലല്ല. എക്സിറ്റ് എന്ന് പറഞ്ഞ മൂവി എനിക്ക് 2 years ബാക്ക് തന്നെ ഇതിന്റെ കഥ കേട്ടല്ലോ. അപ്പൊ തന്നെ യു ആർ ലൈക്ക് കൺവിൻസ്ഡ് ആയിരുന്നു. കാരണം ഇതിലെ മെയിൻ റോളാണ്. അതുകൊണ്ട്
ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇതിനകത്തൊരു ഗ്രേ ഷെയ്ഡ് ആണ്. ഗ്രേ അല്ല, ഒരു അതൊക്കെ മേലെ കാരണം ഭയങ്കര ഒരു ഒട്ടും ഒരു ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ സാധനം ആസ് ആൻ ആക്ടർ നമുക്ക് വൺസ് ഇൻ ഒരു മേ ബി ഒരു 10 years ഒക്കെ ആയിരിക്കും അങ്ങനത്തെ ഒരു റോളൊക്കെ നമുക്ക് കിട്ടുക. അതെനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും ഐ ഫെൽറ്റ് അത് റിഗാർഡ്ലെസ് ഓഫ് അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പം ഒരു ഡയറക്ടറിനും അതിന്റെ റൈറ്ററിനും അതിനുള്ള ഒരു കൺവിക്ഷൻ, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ 100% എന്തായാലും ചെയ്യണം എന്നുള്ളൊരു തീരുമാനം തന്നെ എടുത്തു. കാരണം ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പിന്നെ ഇനി ഉടനെ തന്നെ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് പേഴ്സൺ. കാരണം ഒരു 30 years ആയിട്ട് ഒരു മുറിക്കകത്താണ് ഇയാളുടെ ലൈഫ് മുഴുവൻ. അപ്പൊ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ മിനിമൽ ആയിട്ടുള്ള ആ ഒരു വീട്ടിലെ ഒരു കാര്യസ്ഥനായിട്ട് മാത്രമേ ഒരു ഇൻട്രാക്ഷൻ ഉള്ളൂ. അപ്പൊ ഹ്യൂമൻ ലാംഗ്വേജ് അറിയില്ല, സൊസൈറ്റൽ സ്കിൽസ് ഒന്നും ഇല്ല. അപ്പോ ഇയാൾ ഈ പറഞ്ഞ പിള്ളേരെ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ അത് എന്തിനാന്ന് പോലും ഒരു പക്ഷെ പുള്ളിക്ക് അറിയണ്ടാവില്ല. പക്ഷെ ഹീസ് എ വൈൽഡ് ആനിമൽ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു അങ്ങനത്തെ